ഞാൻ ഡോക്ടർ ഷാനി അമ്മ, നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രി സൂപ്രണ്ടാണ്. ഇന്ന് രാവിലെ മാധ്യമത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിന് ചികിത്സാ പിഴവിനെ കുറിച്ച് ഒരാളൊരു ന്യൂസ് പറഞ്ഞിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പം നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത്. അതിനുവേണ്ടി ആ പേഷ്യനെ, അതായത് മനു 7 വയസ്സെന്നുള്ളൊരു വ്യക്തിയെ ചികിത്സിച്ച ഡോക്ടർ അനിലാബ് നമ്മുടെ കൂടെയുണ്ട്. ഡോക്ടർ ഡീറ്റെയിൽ പറയും ചികിത്സയെ സംബന്ധിച്ച്. ഞാൻ ഡോക്ടർ അനിലാബ് അലക്സ്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ജൂനിയർ കൺസൾട്ടന്റ് ഓർത്തോപെഡീഷ്യനാണ്. ഈ ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട മനു എന്ന കുട്ടി, 7 വയസ്സുള്ള കുട്ടി, 28-ാം തീയതിയാണ് നമ്മുടെ ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത്. ശനിയാഴ്ച എൻ്റെ OP ദിവസം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുട്ടി കാഷ്വാലിറ്റിയിൽ വന്നത്. അപ്പം അന്നത്തെ ഓൺ കോൾ ഞാനായതുകൊണ്ട് കാഷ്വാലിറ്റി ഡോക്ടർ എന്നെ വിളിച്ച് ഈ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞത്, തലേന്ന് വീണ് ആ കുട്ടി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ വീണു, അതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ നീരുണ്ട്, വേദനയുണ്ടെന്ന് പറഞ്ഞു. ഒരു എക്സ്റേ എടുപ്പിച്ചു. ഡോക്ടർക്ക് ഒരു സംശയകരമായ പൊട്ടലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ എക്സ്റേ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തരുന്നത്. അപ്പം അയച്ചപ്പോൾ അതിൻ്റെ പ്രകടമായ പൊട്ടലൊന്നും തോന്നിയില്ല, പക്ഷേ ഒരു കുഞ്ഞാണ്, നീരുണ്ട്, വേദനയുണ്ട്. അപ്പം നമുക്ക് കുട്ടികളുടെ അസ്ഥിയുടെ കേസിൽ എല്ലാ പൊട്ടലും പ്രകടമായിട്ട് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. കാരണം കുട്ടികളുടെ അസ്ഥി പച്ചക്കുമ്പോൾ ചതഞ്ഞിരിക്കത്തുള്ളൂ, ഒടിഞ്ഞു മാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുൻകരുതൽ നിനക്ക് എപ്പോഴും ഒരു പ്ലാസ്റ്റർ, എൻ്റെ കേസിൽ ഞാൻ പ്ലാസ്റ്റർ ഇടാൻ പറയാറുണ്ട്. അപ്പം പ്ലാസ്റ്റർ ഇട്ടു. അതിനുശേഷം അടുത്ത എൻ്റെ OP ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്നെ OP കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം കുഞ്ഞന്ന് അച്ഛൻ്റെ കൂടെ ഒരു 9:30 ആയപ്പോഴത്തേനും OPയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ പരിശോധിച്ചു. പ്രകടമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കുഞ്ഞന്നേരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റർ അടിച്ച് നോക്കാനുള്ളൊരു ആവശ്യകത എനിക്കൊന്നും തോന്നിയില്ല. നമുക്ക് പ്ലാസ്റ്റർ അടിച്ച് നോക്കാനുള്ള ചില പ്രത്യേക സൂചനകളുണ്ട്. പ്ലാസ്റ്റർ സ്ലാബ്. അപ്പം നമ്മളതിനെ ഒരു അഴിച്ച് നോക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, അതായത് നമ്മൾ വിരൽ നിവർത്തുമ്പോൾ പ്രകടമായൊരു നീരും വേദനയും അല്ലെങ്കിൽ അസഹനീയമായ വേദന, കൈയുടെ രക്തോട്ടത്തിന് ക്ഷതം ഉണ്ടാകാനുള്ള സാധ്യത, ഞരമ്പുകൾക്ക് പരിക്കുണ്ടാവാൻ ചാൻസ്, ഒരു വൈകല്യത്തോടു കൂടിയുള്ള ഒടിവ് അല്ലെങ്കിൽ ഒരു മുറിവോട് കൂടിയുള്ള ഒടിവ്, ഓപ്പൺ ഫ്രാക്ചർ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് അന്നേരം തന്നെ തുറന്ന് നോക്കേണ്ട ഒരു സൂചനയായിട്ട്. പക്ഷേ ഇതൊന്നും ആ കുഞ്ഞിന് അന്നേരം ഇല്ലായിരുന്നു. ഞാൻ കുഞ്ഞിനെ അച്ഛനെ സമാശ്വസിപ്പിച്ചു. നമുക്ക് എന്തായാലും പ്ലാസ്റ്റർ ഇട്ടതല്ലേ, ഒരാഴ്ച കൂടെ പ്ലാസ്റ്റർ തുടരാം, നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ OP കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ വേദനക്കുള്ള മരുന്ന് എഴുതി കൊടുത്തു. അവർ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ എനിക്കൊരു കോൾ വരുന്നത് ഞായറാഴ്ച ഒരു ഉച്ചയോടെയാണ്, വൈകുന്നേരത്തോടെയോ. കാഷ്വൽ ഡോക്ടറിനെ വിളിക്കുന്നു. ഇതേ കുട്ടി, ഞാൻ കണ്ടൊരു പേഷ്യന്റ് OPയിൽ വന്നിട്ടുണ്ട്, കുഞ്ഞിന് കൈക്ക് നല്ല വേദനയുണ്ട്, പഴുപ്പുണ്ടെന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, പ്ലാസ്റ്റർ അഴിച്ച് നോക്കൂ, അവർ ബുദ്ധിമുട്ട് പറയുന്നില്ലെന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ അഴിച്ചപ്പം അവിടെ നീരുണ്ട്, പഴുപ്പിന് അംശമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇതൊരു അണുബാധയുടെ സൂചനയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഇപ്പോൾ പരിമിതിയുണ്ട്, കാരണം നമ്മുടെ ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. അതുകൊണ്ട് പേഷ്യൻ്റ് എല്ലാം കോന്നിക്കാൻ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ കൊടുത്തു. അവരപ്പം നമുക്ക് കോട്ടയത്തേക്ക് വിടാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് നിലവിൽ, രാത്രി ആയതുകൊണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ അവരെ കോട്ടയത്തേക്ക് റെഫർ ചെയ്തു. അവർ പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തോന്നുന്നു ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. അവിടുന്ന് അവരുടെ തുടർ ചികിത്സ എന്താ ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ അലിഗേഷൻസ് വന്നു. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മളിവിടെ ഇപ്പം നിലവിലിരിക്കുന്നത്. എനിക്കതിൽ അവരാരോപിക്കുന്നത് ചികിത്സാ പിഴവാണ്. ഇല്ല, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഞാൻ 2 മണി ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഞാൻ വാർത്ത ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടിയുടെ കൈ ഇങ്ങനെ വീണ് കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അത് പ്ലാസ്റ്റർ അല്ലെങ്കിൽ സ്ലാബ് ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന് ആ ഒരു ചെയ്യുന്ന പോർഷൻ അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ചെയ്ത സ്ഥലത്ത് അതിനുള്ളിൽ ചതവോ മറ്റോ സംഭവം ഉണ്ടായിരുന്നിരിക്കാം. അതിനെ കൃത്യമായിട്ട് അതിന്റെ ഹീലിംഗ് കൺസിഡർ ചെയ്യാതെ ഇത് ചെയ്തതുകൊണ്ട് കാലക്രമേണ അണുബാധയിലേക്ക് മാറി എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ചോദിക്കുന്നത്, ഇങ്ങനെ കൈ എക്സാമിൻ ചെയ്യാതെയാണോ ഈ പ്ലാസ്റ്റർ ആയിക്കോട്ടെ മറ്റു സംഭവം ആയിക്കോട്ടെ ചെയ്യുന്നത്? അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊസീജിയർ? അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എവിടെ എഴുതി? ഡോക്ടർ കാഷ്വാലിറ്റിയിൽ കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മുറിവിന്റെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അതായത് ഡോക്ടർ താരതമ്യേന സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പം ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, കയ്യിൽ മുറിവുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളവിടെ മറ്റൊരു ചികിത്സ, പ്ലാസ്റ്റർ ഇടുന്ന ഞാനീ പറഞ്ഞു, നമ്മളൊരു ഒടിവുണ്ടായത് കൊണ്ട് മാത്രമല്ല പ്ലാസ്റ്റർ ഇടുന്നത്, ആ പരിക്കേറ്റ ഭാഗത്തിന് വിശ്രമം കിട്ടും. അതാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്. നമ്മൾ ഈ എക്സ്റേ എടുത്ത് നോക്കി എല്ലാ പൊട്ടലും എക്സ്റേ പരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന നിർബന്ധമില്ല. കാരണം കുഞ്ഞുങ്ങളുടെ അസ്ഥി പച്ചക്കുമ്പോൾ ചതഞ്ഞിരിക്കത്തേ ഉള്ളൂ, ഒടിഞ്ഞു മാറാൻ സാധ്യത താരതമ്യേന കുറവാണ്. അപ്പം അസ്ഥിയുടെ വളരുന്ന ഭാഗത്തുള്ള പരിക്കുകൾ, പൊതുവെയുള്ള കുഞ്ഞുങ്ങളുടെ അസ്ഥിയിലുള്ള പരിക്കുകൾ, നമുക്ക് വേദന, നീര്, അത് രോഗലക്ഷണമായിട്ട് നമ്മൾ പൊട്ടലായിട്ട് തന്നെ കണക്കാക്കുക.
ഇപ്പൊ ഒരു അണുബാധ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വരാനുള്ള സ്ഥലം എവിടെയാണ്? എവിടെ അണുബാധ? ആ കൈ നമ്മള് ബ്രഷ് ചെയ്യുമ്പോൾ പോലും ലക്ഷക്കണക്കിന് അണുക്കൾ നമ്മുടെ രക്തത്തിൽ കലരുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ ആ ഒരു അണുബാധയെ തടുക്കാനുള്ള കുഞ്ഞിന്റെ ശേഷിയൊക്കെ ഒബ്വിയസ്ലി സ്വാധീനിക്കുന്നുണ്ടാവും. ഡോക്ടർ, ആ കയ്യിൽ അണുബാധ വന്ന പോർഷൻ എവിടെയാണ് അവർക്ക് ആ കുട്ടിക്ക് അണുബാധ വന്നിട്ടുണ്ടാവുക? ഞാൻ മനസ്സിലാക്കുന്നത് തള്ളവരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പറഞ്ഞു കേട്ടിടത്തോളം. തള്ളവിരൽ തന്നെയാണ്. അത് അവരോട് കൈ അനക്കാൻ പറഞ്ഞിരുന്നു, അവർ കൈ അനക്കിയില്ല. ഇത്രയും അണുബാധയും നീരും ഇത് വീക്കോ ആയി ഇത്രയും മോശമായ അവസ്ഥയിലെത്തി. അപ്പൊ ഇങ്ങനെ എത്തണമെങ്കിൽ ഇതിനൊരു പ്രൈമറി സ്റ്റേജിൽ ഒരു വിഷയം അവിടെ കാണില്ല, ഒരു സ്കാറിങ് കാണൂല. നമുക്ക് മൈക്രോ അബ്രേഷൻസ്, അത് പ്രകടമായൊരു മുറിവില്ലെന്ന് ഡോക്ടർ ഒബ്വിയസ്ലി എഴുതിയിട്ടുണ്ട്. പക്ഷെ മൈക്രോ അബ്രേഷൻസ്, അത് കണ്ണുകൊണ്ട് കാണാത്ത ചെറിയ ഒരേപോലെ ചെറുത് നമുക്ക് എക്സ്റേ ഈ പറഞ്ഞ പോലെ നഗ്നേത്രം കൊണ്ട് കാണാൻ കഴിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അത് നമുക്ക് ഒബ്വിയസ്ലി പറഞ്ഞ പോലെ ഇങ്ങനെ വീണ് ഇങ്ങനെ ചതഞ്ഞു വന്ന് സ്ലാബോ പ്ലാസ്റ്ററിങ്ങോ ചെയ്ത ഒരാൾക്ക് ഭാവിയിൽ ഇങ്ങനെ എല്ലാവർക്കും അണുബാധ വരാം? ഒരു നിർബന്ധവും ഇല്ല. കാരണം അത് കുട്ടിയുടെ പ്രതിരോധ ശേഷി, പിന്നെ ഈ മുറിവിന്റെ അല്ലെങ്കിൽ അഴുക്കുന്നതിന്റെ തീവ്രത, കാരണം തലേന്ന് വീണ കുട്ടിയാണ്, അന്ന് വരുന്ന കുട്ടി വരുന്ന ഓൾമോസ്റ്റ് 12 മണിക്കൂറിന് ശേഷമാണ്. ഒബ്വിയസ് നമ്മൾ പുറമേ നോക്കില്ല. അപ്പൊ പ്രകടമായ മുറിവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നതാ മുറിവുണ്ടോ എന്നാ ചോദിക്കുന്നത്, കാരണം കുഞ്ഞുങ്ങളാവുമ്പോൾ. അപ്പൊ മുറിവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു പൊട്ടലായിട്ടോ ചതവായിട്ടോ കണക്കാക്കാം. ചതവാണെങ്കിൽ നമ്മൾ ഒരാഴ്ച സപ്പോർട്ടീവ് പ്ലാസ്റ്റർ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പ്ലാസ്റ്റർ അഴിച്ചു മാറ്റി ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ കുഞ്ഞിനെ പരിശോധിച്ച് എക്സ്റേ എടുത്ത് നോക്കുക ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ. രണ്ട് ഭാഗത്ത് എനിക്ക് തോന്നുന്നു. ഇത്രയും ഇത് ഇങ്ങനെ ഡെവലപ്ഡായി പോകണമെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ ആവും. അത് ട്രിഗർ ചെയ്യാൻ ഒരു സാധനം വേണ്ടേ ഡോക്ടർ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ പറയാം, മൈക്രോ ഓപ്പറേഷൻസ് നമുക്ക് സർജന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്, പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ. അപ്പൊ അവരിനകത്ത് ഇതിലേക്ക് എത്തിച്ചതിന്റെ പോയിന്റ് ഔട്ട് ചെയ്തതിന്റെ വിഷയങ്ങളായിരിക്കുമല്ലോ. നമ്മുടെ അടുത്ത് വന്നപ്പോ ഇത്രയും പ്രശ്നം ഉണ്ടായില്ല. അല്ല, നമ്മൾക്ക് ഫോട്ടോ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, നമ്മുടെ ഡോക്ടർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ കാണിക്കാം. ആദ്യം എഴുതി ആ ചീട്ടോട് കാണിക്കും. വ്യക്തതകൾ ചോദിക്കുന്നതാട്ടോ നിങ്ങളൊരു ആദ്യം ഇത് ചീട്ട് കാണിക്കാം. അവരുടെ അലിഗേഷൻ കൊടുത്തു പോയത് കൊണ്ട് നമ്മുടെ ബാധ്യതയാണല്ലോ. കാരണം നമ്മള് കാഷ്വാലിറ്റി ഡോക്ടറെ വാക്കിന് വിശ്വസിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന മാത്രമല്ല, ഒബ്വിയസ്ലി അവരുടെ കൈയുടെ ഫോട്ടോ ഞാൻ ചോദിക്കും. മുറിവാണെങ്കിൽ മുറിവിന്റെ ഫോട്ടോ ഞാൻ ചോദിക്കും, എക്സ്റേ ആണെങ്കിൽ എക്സ്റേയുടെ ഫോട്ടോ ഞാൻ ചോദിക്കും. പേഷ്യനോട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന മുറിവുണ്ടോ, തീവ്രമായ പരിക്കുണ്ടോ, കൈ ഡോക്ടർ നമ്മൾ കോന്നിലാണ് പോസ്റ്റഡ്. നമുക്ക് OP മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമുക്ക് ഫിസിക്കൽ നമുക്ക് എല്ലാ കേസും നമുക്ക് ഇവിടെ ഓൺ കോൾ നമ്മൾ പറഞ്ഞാൽ പോലും നമ്മൾ ഇവിടെ അല്ല ആക്ച്വലി പോസ്റ്റഡ് ആയിട്ടുള്ളത്, കോന്നിയിലാണ്. നമ്മുടെ OP ഇവിടെ ആണെങ്കിലും നമ്മൾ കോന്നിയിലാണ് പോസ്റ്റഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ മാനുഷിക പരിഗണന ഇപ്പോൾ ഒരു തോളിന്റെ ജോയിന്റ് തെന്നിപ്പോയി കഴിഞ്ഞാൽ ഞാനത് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് അത് പിടിച്ചിട്ട് കൊടുക്കാറുണ്ട്. മുട്ടിന് ജോയിന്റ് അങ്ങനെ ഇഷ്ടംപോലെ കേസ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് മാനുഷിക പരിഗണന വെച്ചിട്ട്. ഇല്ല, പ്രകടമായിട്ട് അത് പ്രകടമായിട്ടുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന്റെ കാര്യം നമുക്ക് എല്ലാ പൊട്ടലും എക്സ്ട്രാ പരമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രകടമായ ഞാൻ പറയുന്നു. അതെ 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 ഇല്ല, അവര് ചൊവ്വാഴ്ച വന്നപ്പോ അവരോട് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് അഴിച്ചു നോക്കും. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഴിച്ചു നോക്കുക തന്നെ ചെയ്യും. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ അവർ പിന്നെ ചൊവ്വാഴ്ച, എനിക്ക് 2-ാം തീയതിയാണ് ഞാൻ പേഷ്യന്റിനെ കാണുന്നത്. 3-ാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം വീണു, വേദനയും പറഞ്ഞില്ല. ശനിയാഴ്ച ഒരു കാഷ്വാലിറ്റി കാണിക്കുന്നു ഉച്ച കഴിഞ്ഞിട്ട്. അതെ, ദിവ്യ ഡോക്ടർ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരത് ക്ലീൻ ചെയ്ത് വഴുപ്പൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്താണ് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത്. നമ്മുടെ വന്ന ദിവസം അത് ദിവ്യ 2-ാമത്തെ ഡോക്ടറല്ലേ ഫോട്ടോ എടുത്തേക്കണം? ആദ്യത്തെ ഡോക്ടറാണ് 2-ാമത്തെ ഡോക്ടറാണ് ഫോട്ടോ? നീരുണ്ടായുള്ളൂ 2-ാമത്തെ. ഇത് വന്ന് റഫർ ചെയ്ത ദിവസത്തെ ഫോട്ടോയാ. ആ ആദ്യത്തെ ദിവസത്താണോ? ഇതല്ല, എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്റെ മൊബൈലിലുള്ള കുട്ടിയുടെ OP ചീട്ടും പിന്നെ അന്നത്തെ OP എക്സ്റേ മാത്രമേ എന്റെ ഫോണിലുള്ളൂ. ആദ്യത്തെ എക്സ്റേ ഒന്ന് കാണിച്ചത്.
മാത്രമല്ല കൈ അനക്കാൻ പറഞ്ഞിട്ട് കൊച്ചു അനക്കില്ല, കൈ പൊക്കി വെച്ചില്ല. നമ്മൾ കൈ അനക്കി കൊടുക്കണം. അപ്പം നീര് കൂടും, പിന്നെ ഇൻഫെക്ഷൻ വരും. നമ്മൾ ഈ ഇതിട്ടാലും നമ്മൾ അനക്കാൻ പറയും, പക്ഷെ അവർക്ക് പേടിയായതുകൊണ്ട് അവർ കൈ അനക്കൂല. പിന്നെ നമ്മളന്ന് നോക്കിയിട്ട് അത് ചെറിയ പഴുപ്പ് അവിടെ ഉണ്ടായുള്ളൂ എന്നാണ് അന്നത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, കാഷ്വാലിറ്റി ഡോക്ടർ. എന്നിട്ട് അവർ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ എടുക്കണം. കുഞ്ഞു ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞു ഞായറാഴ്ച അച്ഛൻ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം ഇടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞിരുന്നു അത് കുഴപ്പമൊന്നുമില്ല, അടുത്ത ആഴ്ച മാറ്റിക്കോളാം പറഞ്ഞെന്നാ പറഞ്ഞത്. അങ്ങനെ തെളിവില്ല, പുള്ളി പറഞ്ഞു. നിങ്ങൾക്ക് തെളിവാണ് ഡോക്ടർ കണ്ടല്ലേ? ആദ്യ ദിവസം വന്നു, സ്ലാബ് ഇട്ട് മടക്കി അയച്ചു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കുട്ടി വന്നു, പരിശോധിക്കുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു. കൊച്ചു കുട്ടിയായതുകൊണ്ട് സ്ലാബ് മാറ്റണ്ട, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഡോക്ടർ അറിയിച്ചു. അപ്പൊ അവര് അത് കേട്ട് അവർ തിരിച്ചു പോയി. ഒരാഴ്ച വന്നാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പൊ ശരിക്കും നമ്മൾ ആദ്യം ഈ സ്ലാബ് ഇടുമ്പോൾ ഞാൻ പറയാം, നീരും നമ്മുടെ ഒരു വീഴ്ചയ്ക്ക് ശേഷം നീരും വേദന പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. ഒന്നൊരു ചതവ് അല്ലെങ്കിൽ പൊട്ടല്. അതാണ് ഞാൻ പറയാം. നമുക്ക് കുഞ്ഞുങ്ങളുടെ കേസിൽ ഒരിക്കലും ഇനിഷ്യൽ എക്സ്റേ നമുക്ക് ഒടിഞ്ഞ് മാറിയിരുന്നപ്പോൾ സാധാരണക്കാരൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കുഞ്ഞുങ്ങളുടെ കേസിൽ നമ്മളവിടെ നീരുണ്ടോ വേദനയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഞെക്കുമ്പോൾ വേദന, കുഞ്ഞ് കൈ വലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടലുണ്ടെന്ന് നമ്മൾ പറയുക. എക്സ്റേയിൽ എപ്പോഴും അത് പ്രകടമായിട്ട് കാണുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഈ ഇടയ്ക്ക് വന്ന ദിവസമേ ഈ കയ്യില് ഇങ്ങനെ ചൊവ്വാഴ്ച ഒന്നുമില്ല, പേഷ്യന്റ് കയ്യിൽ ഒന്നുമില്ലെന്ന് വെച്ചാൽ മനസ്സിലായില്ല മോശം ഒരിക്കലും. കാരണം നമ്മള് പേഷ്യന്റ് പ്ലാസ്റ്ററിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഒബ്വിയസ് നമ്മൾ തം സ്പൈക്ക സ്ലാബ് അതായത് തള്ളവരിനോട് ചേർത്ത് തള്ളവരിന്റെ അവിടെ ആയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ അതും കൂടെ ചേർത്ത് നമ്മുടെ തള്ളവരനാണ് അന്ന് നീരുവേദന ഉണ്ടായത് കുഞ്ഞ് വന്നപ്പം. അപ്പൊ നമ്മൾ ഞെക്കുമ്പോൾ വേദന ഉണ്ടായത് നമ്മുടെ തള്ളവരന്റെ പരിക്കായിരിക്കാം, അല്ലെങ്കിൽ ചതവോ പൊട്ടലോ ആയിരിക്കാം എന്ന രീതിയിലാണ് നമ്മളവിടെ അതുകൂടെ ചേർത്ത്. നമ്മൾ യൂഷ്വലി നമ്മൾ പലതരത്തിലുള്ള പ്ലാസ്റ്റർ, നമ്മൾ ബിലോ എൽബോ, അതായത് നമ്മുടെ വിരലുകൾ ഫ്രീ ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റർ, ഇത് നമ്മുടെ തള്ളവരലിന്റെ പരിക്കാൻ സംശയിക്കുന്നത് നമ്മുടെ തള്ളവരും കൂടെ ചേർത്ത് അതും കൂടെ അനക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്ലാസ്റ്റർ ഇടുന്നത്. അത് തം സ്പൈക്ക സ്ലാബ് എന്ന് പറയും. അതാണ് കുഞ്ഞിനിട്ട്. മനസ്സിലായില്ല. ചതവുണ്ടെങ്കിൽ മുറിവുള്ളപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവാം. ചതവുണ്ട് ഹെമറ്റോമ, അതായത് ഒരു മുറിവുണ്ടാകുമ്പോൾ ഒബ്വിയസ് നമ്മുടെ ത്വക്കിന് പുറത്തോ ഉള്ളിലോ രക്തക്കെട്ട് ഉണ്ടാവും. ആ രക്തക്കെട്ട് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പല്ല് തേക്കുമ്പോൾ ലക്ഷക്കണക്കിന് അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കലരുന്നുണ്ട്. അപ്പോൾ ആ അണുക്കൾ നമ്മുടെ ഈ പറഞ്ഞ അസ്ഥിയിലേക്ക് പോവാം, അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അണുബാധയെ അല്ലെങ്കിൽ ഈ അണുക്കളെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറാണ് പൊതുവെ ചവിട്ടി പിടിക്കുക. പക്ഷേ കുഞ്ഞുങ്ങളുടെ കേസിൽ, പ്രായമുള്ള ആളുകളുടെ കേസിൽ പൊതുവെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ കഴിക്കുന്ന ആളുകളുടെ കേസിലൊക്കെ പ്രതിരോധശേഷി പൊതുവെ കുറവായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിലും പ്രായമുള്ള ആളുകളുടെ കേസിലും. അപ്പോൾ അവർക്കൊരു ഹെമറ്റോമ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ രക്തക്കെട്ട്. ഹെമറ്റോമ നമുക്കൊരു വീട്ടിൽ അടി കിട്ടുകയാണെങ്കിൽ അവിടെ തിണത്ത് വരും, അല്ലെങ്കിൽ ഒരു മുട്ടിടിച്ച് വീഴുമ്പോൾ മുട്ടിനോട് നീരുണ്ട്. ആ നീരെന്ന് പറയുന്നത് നമ്മൾ ഹെമറ്റോമ രക്തക്കെട്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച എന്നെ പിന്നെ അവർ കാഷ്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഞായറാഴ്ച, അതായത് ചൊവ്വാഴ്ച, അതായത് എനിക്കൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം വീഴുന്നു, ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കാഷ്വാലിറ്റി കാണിക്കുന്നു, ചൊവ്വാഴ്ച എന്നെ പേഴ്സണലി അവർ ഒ പി കാണുന്നു, പിന്നെ വന്ന് ഞായറാഴ്ച. നോക്ക്, അലിഗേഷൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാലോ. ഞാൻ എന്റെ ക്ലിനിക്കൽ സ്കില്ലിലും എന്റെ സർജിക്കൽ സ്കില്ലിലും വിശ്വസിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതി. കാരണം 7 വയസ്സുള്ള കുട്ടി തന്നെയാണ് എനിക്കും ഉള്ളത്. അപ്പം എന്റെ വീട്ടിലാളെ ചികിത്സിക്കുന്ന അതേ കെയർ ഞാൻ എന്റെ നെഞ്ചത്തെ വെച്ച് ഞാൻ പറയും. കാരണം നമ്മുടെ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാവാം. ഇവർക്ക് ഡ്യൂട്ടി കോന്നിയിലാണ്, ഒ പി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വന്ന് കണ്ട കേസ് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ വന്ന് കണ്ടാലും ഈ പറഞ്ഞ മുറിവ് ചിലപ്പോൾ എനിക്ക്
കാണാൻ കഴിയുന്ന നിർബന്ധമില്ല. ഞാൻ പ്ലാസ്റ്റർ ഇടാൻ തന്നെ പറയത്തുള്ളൂ. കാരണം കാഷ്വാലിറ്റി കണ്ട ഡോക്ടറുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, എന്റെ ഭാഗത്ത് നല്ല വന്നിട്ട് ഞാൻ മിടുക്കൻ ഡോക്ടറാണ്. വിശ്വസിക്കുന്നുമില്ല. അതെ. തീർച്ചയായിട്ടും. പുള്ളി വളരെ നിങ്ങൾ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കരുത്. കളിയാക്കരുത്. അവരുടെ സ്കില്ലിലും പ്രത്യേകിച്ച് വിഷ്ണു ഡോക്ടറാണ്. ഡോക്ടർ എനിക്ക് വളരെ വിശ്വാസമുള്ളത് കാരണം പുള്ളിനാണ് ഈ പ്ലാസ്റ്റർ ഇട്ടത്. അപ്പൊ എനിക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറാണ് പുള്ളി. വേറെ ആരെങ്കിലാണെങ്കിൽ ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ വരുന്നൊരു പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നതിനേക്കാളും പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കോട്ടയത്തെ പോയി നിൽക്കത്തുള്ളൂ. അപ്പൊ നമ്മളൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാ, ഇവിടെ വരുന്ന പേഷ്യന്റ് എന്റെ പരിമിതികൾക്കുള്ള ആശുപത്രിയുടെ പരിമിതികൾക്കുള്ള ചെയ്യാൻ കഴിയുന്ന എല്ലാ ചികിത്സയും ഞാൻ എന്റെ പേഷ്യന്റ് ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അതിനെ കുറിച്ച് അന്വേഷിക്കാം. വളരെ നല്ല എനിക്ക് എന്റെ സ്കില്ലിലും എന്റെ സർജിക്കൽ സ്കില്ലിന്റെ ക്ലിനിക്കൽ സ്കില്ലിലും എന്റെ പേഷ്യന്റ് കെയറിലും എന്റെ പേഷ്യന്റ് കെയറിലും എനിക്ക് ഞാൻ പറയാം, ഇവരെന്നെ വിളിച്ച് നമുക്ക് ഡോക്ടർ ഞാൻ പറയട്ടെ, ഇപ്പൊ കോന്നി ആയതുകൊണ്ടാണ് പ്രശ്നം. പുള്ളിക്കാരൻ ഇവർക്ക് അവിടെ അല്ല ഡ്യൂട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നത്, അതായത് ഇപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയുന്ന ചില കേസുകളുണ്ട്. തുറന്ന പൊട്ടലുകൾ, അത് ഓപ്പൺ ഫ്രാക്ചർ, നമ്മുടെ ഫ്രാക്ചർ ഒടിഞ്ഞ് പുറത്ത് വന്ന് അന്തരീക്ഷമായിട്ട് കോൺടാക്ട് വന്ന് ഓപ്പൺ ഫ്രാക്ചർ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യാറില്ല. 2 ഞരമ്പുകൾക്കോ രക്തങ്ങൾക്കോ ക്ഷതം ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്രാക്ചർ, അരക്കൂടിന്റെ പൊട്ടലുകൾ, നട്ടലിന്റെ പൊട്ടലുകൾ, തുടയസ്ഥികൾ, അതായത് ലോങ് ബോൺ ഫ്രാക്ചർ, ഇതൊന്നും നമ്മളിവിടെ എടുക്കും. കാരണം നമുക്ക് അത്തരം കേസുകൾ ഞാൻ പേഴ്സണലി വന്ന് കണ്ടതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എന്റെ സീനിയർ ഡോക്ടേഴ്സ് അവർ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മളത് ഇവിടെ എടുക്കൂ. കാരണം നമുക്ക് അത്തരം കേസിൽ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട കേസുകളാണ്. ആ സൗകര്യം നമുക്കിവിടെ, നമുക്ക് ICU ഇല്ല, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, ഒന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ഇപ്പൊ നമ്മള് കോട്ടയത്തേക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് ഒരു ചികിത്സാ വരും. പിന്നെ അവരോട് അപകട സൈൻ എല്ലാം ഡോക്ടർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. OP-യിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പം പിന്നെ ചൊവ്വാഴ്ച കാണിക്കാം.